ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. കാര്യസാധ്യതയ്ക്ക് വേണ്ടി ഒരമ്മയും ലോകത്ത് ചെയ്യാത്ത ഒരു വൃത്തികെട്ട നാടകമാണ് അംബികയോട് അരങ്ങേറിയത്. മകൻ്റെ കുഞ്ഞിൻ്റെ പിതൃത്വം നിഷേധിക്കാൻ വേണ്ടി സ്വന്തം മകന് മക്കളുണ്ടാകില്ല എന്നുള്ള കള്ള സർട്ടിഫിക്കറ്റാണ് അംബിക ഉണ്ടാക്കിയെടുത്തത്. കുഞ്ഞിൻ്റെ നൂലുകെട്ടൽ ചടങ്ങിന് ഒരുങ്ങി നിന്ന എല്ലാവരും വളരെ സങ്കടത്തിലായി. ഋതിക ചോദിക്കുന്നു, രാജു ഇനി നമ്മൾ എന്തു ചെയ്യും? നമുക്ക് നോക്കാം മാഡം, ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. തൽക്കാലം മാഡം ദിവ്യയും കുഞ്ഞിനെയും കൊണ്ട് ഗസ്റ്റ് റൂമിലോട്ട് പോകും. ഞാനൊന്ന് ആലോചിക്കട്ടെ. ചെല്ലു മാഡം, ദിവ്യയെ വിളിച്ചോണ്ട് പോ. അങ്ങനെ ഋതിക കുഞ്ഞിനെയും ദിവ്യയും കൊണ്ട് ഗസ്റ്റ് റൂമിലോട്ട് പോവുകയാണ്. യാത്ര പറഞ്ഞ് വന്ന തിരുമേനിയും അങ്ങ് പോയി. യാമിനി രാജുവിനോട് ചോദിക്കുന്നു, രാജു പ്രതാപേട്ടൻ്റെ മേൽനോട്ടത്തിലെ DNA ടെസ്റ്റ് നടത്തുമ്പോഴേ കുഞ്ഞ് ദീപക്കിൻ്റെതാണെന്ന് തെളിയത്തില്ലേ? മാഡം, ഇത്രയൊക്കെ അംബിക മാഡത്തിനും ദീപക്കിനും ചെയ്യാൻ കഴിയുമെങ്കിൽ ആ DNA ടെസ്റ്റും അവർ മാറ്റിമറിക്കാൻ അവർക്ക് കഴിയും. നമുക്ക് നോക്കാം മാഡം എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ആ കുഞ്ഞിൻ്റെ നല്ലതിന് വേണ്ടി നമുക്ക് പോരാടാം. ദീപക്കും അംബികയും വലിയ സന്തോഷത്തിലാണ്. ദീപക്ക് പറയുക, അമ്മേ ഇപ്പോഴേ എനിക്കൊരു സമാധാനമായത്. ആ ഇരണം കെട്ടവൾ എൻ്റെ തലയിൽ നിന്നൊന്ന് ഒഴിഞ്ഞല്ലോ. എന്നാലും സമ്മതിച്ചു തരണം, എൻ്റെ അമ്മയുടെ മാസ്റ്റർ പ്ലാൻ ബ്രില്യൻ്റ് ആയിരുന്നു. സമ്മതിച്ചു തന്നിരിക്കുന്നു. എൻ്റെ അമ്മ ഒരു ബുദ്ധിരാക്ഷസി തന്നെ. കറക്റ്റ് ടൈമിലല്ലായിരുന്നോ ആ മെഡിക്കൽ റിപ്പോർട്ടുമായിട്ട് ഡോക്ടർ വന്നത്? ആ രാജു DNA റിപ്പോർട്ടുമായിട്ട് വന്നപ്പോഴേ ഞാൻ പെട്ടുവെന്ന് തന്നെ വിചാരിച്ചമ്മേ. എല്ലാവരുടെയും മുൻപിലേ എനിക്കൊരു അച്ഛനാകാൻ പറ്റില്ലെന്നുള്ള നാണക്കേട് ചുമക്കേണ്ടി വന്നാലും അതിലും വലിയൊരു വിഴുപ്പ് എൻ്റെ തലയിൽ നിന്ന് പോയല്ലോ എന്നുള്ള സമാധാനത്തിലാണ് ഞാൻ. പക്ഷേ എനിക്കൊരു സംശയമുണ്ടമ്മേ. എന്ത് സംശയം? എനിക്കൊരു അച്ഛനാകാൻ കഴിയില്ലെന്ന് എല്ലാവരും അറിഞ്ഞില്ലയോ? അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ ഋതിയെ കല്യാണം കഴിക്കേണ്ട ഒരു സിറ്റുവേഷനിൽ നമ്മൾ കൊണ്ട് എത്തിക്കുമ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞേ അമ്മാവനെതിര് നിൽക്കത്തില്ലയോ? അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? അങ്ങനെയൊന്നും സംഭവിക്കത്തില്ലടാ മോനെ. ആ സിറ്റുവേഷനെ അപ്പം നമുക്ക് അന്നേരം നോക്കിയാൽ പോരെ? അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നേ ഈ അംബികയ്ക്ക് നല്ലതുപോലെ അറിയാം. എനിക്ക് എൻ്റെ അമ്മയെ വിശ്വാസമാണ്. ഞാൻ വീണ്ടും പറയുക, എൻ്റെ അമ്മ ഒരു ബുദ്ധിരാക്ഷസി തന്നെയാണ്. സത്യം പറയാമല്ലോ അമ്മേ, എനിക്ക് ഇപ്പോഴാണ് ശ്വാസം ഒന്ന് നേരെ വീണത്. അവളും അവളുടെ ഒരു കുഞ്ഞുവാവയും മനസമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ പറ്റുമായിരുന്നു. നേരെ ഇരുട്ടിക്കഴിഞ്ഞാൽ തുടങ്ങും അതിൻ്റെ നിലവിളി. അത് കഴിഞ്ഞാൽ പിന്നെ തൂറ്റലായി പെടുക്കലായി. സത്യം പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ റൂം ഒരു സെപ്റ്റിക് ടാങ്ക് പോലെയായി. എന്തായാലും ആ മുറിയിൽ നിന്ന് രണ്ട് ഇറങ്ങി കിട്ടിയല്ലോ, അത് മതി എനിക്ക് തൽക്കാലം. എനിക്കറിയാം അമ്മ ഇതുകൊണ്ടൊന്നും അടങ്ങത്തില്ലെന്ന്. അമ്മയുടെ അടുത്ത പരിപാടി അവളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എന്ത് ചെയ്യാനമ്മേ, ഓരോരോ മാരണങ്ങൾ നമ്മളിങ്ങനെ ഒഴിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ പുതിയ പുതിയ മാരണങ്ങളിങ്ങനെ വന്ന് കയറിക്കൊണ്ടിരിക്കുമല്ലയോ. ആ രോഹൻ നമുക്കിട്ട് നല്ല പണി വെക്കുന്നുണ്ടമ്മേ. പക്ഷെ അമ്മ അവനെയും പൂട്ടും, മണിച്ചിത്ര താഴിട്ട് പൂട്ടും. ഞാനിത്ര ഉറപ്പിച്ച് പറയുന്നത് എന്താണെന്ന് അമ്മയ്ക്കറിയാവോ? അവൻ്റെ ബുദ്ധിയല്ല, എൻ്റെ അമ്മയുടെ ബുദ്ധി. നമുക്കെതിരെ വരുന്ന ഓരോ മാരണങ്ങളെയും വെട്ടി വെട്ടി വീഴ്ത്തിയിട്ട് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് തന്നെ എത്തിച്ചേരുക തന്നെ ചെയ്യും. അത് ഞാൻ നിനക്ക് വാക്ക് തരുന്നു മോനെ, ഞാൻ ഏറ്റ്. അംബിക എങ്ങനെ അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഒരു വട്ടമേശാ സമ്മേളനം പോലെ ഋതികയും രാജുവും ദിവ്യയും കുഞ്ഞും ദിവ്യയുടെ അമ്മ എല്ലാവരും നിൽക്കുന്നു. ദിവ്യ ഋതിയോട് പറയുന്നു, ഇല്ല മാഡം, ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൂട്ടി എൻ്റെ അമ്മയോടൊപ്പം എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. ദിവ്യ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ദിവ്യ ഇങ്ങനെ നിരാശപ്പെടല്ലേ. അച്ഛനെല്ലാം തെളിയിക്കാമെന്ന് പറഞ്ഞില്ലേ? അംബിക അമ്മായി കൊണ്ടുവന്ന റിപ്പോർട്ടാണോ അതോ രാജു കൊണ്ടുവന്ന റിപ്പോർട്ടാണോ ശരിയെന്ന് അച്ഛൻ തെളിയിക്കും ദിവ്യയെ. വേണ്ട മാഡം, ഇനിയൊരു ഭാഗ്യപരീക്ഷണത്തിനായി ഞാൻ നിൽക്കുന്നില്ല. ഞാനിനി ഇവിടെ തുടർന്നാൽ എന്നെയും എൻ്റെ കുഞ്ഞിനെയും അവർ ഉപദ്രവിക്കും. എൻ്റെ കുഞ്ഞ് ദീപക്കിൻ്റെതല്ലെന്ന് വരുത്തി തീർക്കാൻ അവരെന്തും ചെയ്യും. എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ പോലും അവർ മടിക്കത്തില്ല. ദിവ്യയുടെ അമ്മ പറയുക, ഋതിക മേഡവും വർമ്മ സാറും ഒക്കെ നല്ല മനസ്സുള്ളവരാ. എന്നാൽ ദീപക് സാറും അംബിക മേഡവും ഒന്നും അങ്ങനെയല്ല. എൻ്റെ മകൾക്ക് അബദ്ധത്തിലൊരു തെറ്റ് സംഭവിച്ചു, അതിലൊരു കുഞ്ഞും ജനിച്ചു. ഞങ്ങൾ ഈ കുഞ്ഞിനെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഈ കുഞ്ഞിനെ ഞങ്ങൾ നല്ലതുപോലെ വളർത്തിക്കോളാം. കൂലിപ്പണിക്ക് പോയിട്ടായാലും പാത്രം കഴുകിയിട്ടായാലും എൻ്റെ മോളെ കുഞ്ഞിനെ നല്ലവണ്ണം വളർത്തിക്കോളും. കുഞ്ഞിൻ്റെ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. ദയവ് ചെയ്ത് ഞങ്ങളെ പോകാൻ അനുവദിക്കണം. രാജു പറയാ, അമ്മ ദയവ് ചെയ്ത് ഋതിക മേഡത്തിനോട് ഇങ്ങനൊന്നും പറയല്ലേ. ഋതിക മേഡത്തിന് വിഷമമാവും. ദിവ്യയും കുഞ്ഞിനെയും ഇവിടെ വർമ്മ സാറിനും യാമിനി മേഡത്തിനും ഋതിക മേഡത്തിനും ഒക്കെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഞാൻ നിങ്ങളോടൊപ്പം ഇല്ലേ? പിന്നെ എന്തിനാ നിങ്ങളിങ്ങനെ ഭയക്കുന്നത്? അതുമാത്രമല്ല, നാളെ എപ്പോഴെങ്കിലും ഈ കുഞ്ഞ് ദീപക്കിൻ്റെതാണെന്ന് തിരിച്ചറിയുമ്പോൾ അന്ന് വർമ്മ സാറായിരിക്കും ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നത്. ഒരു മന്ത്രി എന്ന നിലയ്ക്ക് സ്വന്തം മരുമകൻ ചെയ്ത തെറ്റ് കണ്ടുപിടിക്കാനായില്ലെന്നും പറഞ്ഞ് പൊതുജനം അദ്ദേഹത്തെ വേട്ടയാടും. അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുത്. വർമ്മ സാറിന് വേണ്ടി നിങ്ങൾ കുറച്ച് നാളൊന്ന് സഹിക്കണം.
ഇതെൻ്റെ ഒരു അപേക്ഷയായിട്ട് സ്വീകരിക്കണം എന്നിങ്ങനെ രാജു പറയുമ്പോൾ യാമിനി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, എന്താ രാജു, എന്തു പറ്റി? ഋതിക പറയുക, ചെറിയമ്മേ ഇവരിവിടുന്ന് പോവുകയാണെന്നാ പറയുന്നത്. പോവുകയാണെന്നോ? എവിടേക്ക് പോകാനാ? ഒരിടത്തേക്ക് പോകാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. ഇതൊരു ധർമ്മത്തിൻ്റെ പോരാട്ടമാണ്. ഇതിൽ നമ്മൾ ജയിക്കണം. തോറ്റ് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. രാജു, ഈ കുഞ്ഞ് ദീപക്കിൻ്റെതാണെന്ന് രാജു തെളിയിച്ചിരിക്കണം. അംബിക ചേച്ചിയുടെ ദുർബുദ്ധിക്ക് ഈ കുഞ്ഞ് ഇരയാകുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. എന്താ, നിങ്ങൾക്കാർക്കെങ്കിലും പറ്റുമോ? ഇല്ല മാഡം, അതുതന്നെയാണ് യാമിനി മാഡം ഞാൻ ഇവരോടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. യാമിനി ദിവ്യയോട് ചോദിക്കുക, ദിവ്യയെ ഞാൻ നിന്റെ സ്വന്തം ചേച്ചിയായിട്ട് നീ കാണണം. സ്വന്തം ചേച്ചി നിന്നോട് പറയുവാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. നിനക്കൊരു പ്രശ്നവും വരാതെ നിന്നെ ഞാൻ നോക്കിക്കൊള്ളാം. ദിവ്യയുടെ അമ്മയോട് പറയും, അമ്മയുടെ മോക്ക് ഒരു പോറൽ പോലും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ യാമിനി പറയുന്നുണ്ട്. ഞാനും ശേഖരേട്ടനും ഉണ്ട്, ഋതുമോളുണ്ട്, രാജുവുണ്ട്, ഇത്രയൊക്കെ പോരെ? നിങ്ങളെ അവർ സമയം കിട്ടുമ്പോഴൊക്കെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നിരിക്കും. പക്ഷേ കുഞ്ഞിനെയോ ദിവ്യയോ അവർക്ക് ഉപദ്രവിക്കാൻ പറ്റത്തില്ല. എന്ത് വന്നാലും അതിനെ തടയാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിങ്ങളോടൊപ്പം ഉണ്ട്. അത് കേട്ടിട്ട് ദിവ്യയുടെ അമ്മ പറയാ, മോളിങ്ങനൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട്, ഒരാത്മവിശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. എന്താ മോളെ ഇനി നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ ഋതിക പറയുന്നു, ദിവ്യയെ പ്ലീസ്, അയ്യോ മേഡം എന്നോടിങ്ങനെ അപേക്ഷിക്കുകയൊന്നും ചെയ്യരുത്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. എനിക്ക് ഏറ്റവും വലിയ വിഷമം അംബിക മേഡവും ദീപക് സാറും ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിലല്ല, അതിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് നിങ്ങളിങ്ങനെ ഉരുകുന്നത് കാണുമ്പോഴാണ് എൻ്റെ ചങ്ക് പിടയുന്നത്. അതല്ല, ഈ കുഞ്ഞിന് വേണ്ടിയല്ലേ ദിവ്യയെ? സന്തോഷവും സമാധാനവും ഇല്ലാത്ത ഒരു ബാല്യത്തിലൂടെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള ഒരു കൗമാരത്തിൽ കൂടെയും കടന്നു വന്നിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഞാൻ. അപ്പോൾ നഷ്ടപ്പെടലിൻ്റെ വേദന എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഈ കുഞ്ഞിന് അവകാശപ്പെട്ടതൊന്നും നഷ്ടപ്പെടാൻ പാടില്ല. അതിനുവേണ്ടി എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാ. ഈ കുഞ്ഞിൻ്റെ അമ്മയെന്ന നിലയിൽ ദിവ്യ നീയും തയ്യാറാകണം. ഋതികയുടെ ഈ വാക്കുകളൊക്കെ കേട്ടപ്പോൾ ദിവ്യയ്ക്ക് ഒരു സമാധാനവും ആശ്വാസമായി. ദിവ്യ പറയുന്നുണ്ട്, ശരി മേഡം പറയുന്ന പോലെ ഞാൻ കേൾക്കാം. അപ്പോൾ ആ സമയത്ത് യാമിനി പറയുന്നത്, നിങ്ങളാരും ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, എല്ലാവർക്കും നല്ല വിശപ്പ് കാണുമെന്ന് എനിക്കറിയാം, വാ നമുക്ക് ഇനി ഭക്ഷണം കഴിക്കാം എന്നും പറഞ്ഞ് അവരെല്ലാവരും കൂടെ അങ്ങോട്ട് കയറിപ്പോകുന്നുണ്ട്. രാജ്യം അവിടെ നിന്നുകൊണ്ടിങ്ങനെ ചിന്തിക്കുവാണ്, ഞാൻ വെച്ച കാർഡിൻ്റെ മുകളിൽ അംബിക മേഡം ഇങ്ങനെ ഒരു ചെക്ക് വെക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ കുറച്ചുകൂടി അഡ്വാൻസായിട്ട് ചിന്തിക്കണമായിരുന്നു. ഇനി എൻ്റെ ഭാഗത്തൊന്നും അങ്ങനൊരു പിഴവിനി ഉണ്ടാകില്ല. ഋതിക രാജുവിനോട് ചോദിക്കുന്നു, എന്താ രാജു ഇങ്ങനെയൊക്കെ അവസാനിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്? ആ DNA റിപ്പോർട്ട് രാജു ഇവിടെ കൊണ്ടുവരുമെന്ന് അമ്മായിക്ക് നേരത്തെ അറിയാമായിരുന്നോ? അതിനൊരു ചാൻസ് ഇല്ല മാഡം. ഞാൻ DNA റിപ്പോർട്ടുമായിട്ട് വരുമെന്ന് അംബിക മാഡം വിചാരിച്ച് കാണത്തില്ല. പാവം ദിവ്യ ഇപ്പോൾ കൈക്കുഞ്ഞുമായിട്ട് ദീപക്കിൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങേണ്ടിയും വന്നു. നാളെ ഇനി ദീപക്കിൻ്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങേണ്ടി വരുമോ രാജു? ഇല്ല മാഡം, അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. വർമ്മ സാർ നടത്താൻ പോകുന്ന പരീക്ഷണത്തിലാണ് ദിവ്യയുടെ ഭാഗത്താണ് ന്യായമെന്ന് നമുക്ക് തെളിയിക്കണം. എന്താ മാഡത്തിനെന്താ ഒരു നിരാശ? ഒരു ഭാഗത്ത് എന്നെ വട്ടവിട്ട് പറക്കുന്ന രോഹനെതിരെയും എനിക്കെതിരെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അമ്മായിയും ദീപക്കും, ഇവർ തീർത്ത ചക്രവ്യൂഹത്തിനിടയിൽ നിന്നും ഞാൻ എങ്ങനെ പുറത്തു വരും രാജു? ഋതിക മേഡം അതോർത്ത് വിഷമിക്കണ്ട. മേഡത്തിൻ്റെ കൂടെ ഈ ഞാൻ ഉണ്ടാകുമെന്നും. മറ്റാരും എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും എന്നെ മനസ്സിലാക്കി രാജു എന്നോടൊപ്പം എന്നും ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് ആ ഒരു ഉറപ്പ് മാത്രം മതി രാജു. എല്ലാ പ്രശ്നങ്ങളും മാറി സമാധാനപരമായി ഒരു നല്ല ജീവിതം എനിക്ക് ഉണ്ടാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആ പ്രതീക്ഷ ഒരിക്കലും മേഡം കൈവിടണ്ട. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ദൂരെ എവിടെയോ കാണുന്ന ഒരു വെളിച്ചത്തിൻ്റെ പിന്നാലെയല്ലേ നമ്മുടെയൊക്കെ ജീവിതം. എന്നും മേഡത്തിന് കൂട്ടായി ഞാനുണ്ടാവും എന്ന് പറഞ്ഞിട്ട് രാജു അവിടുന്ന് പോവുകയാണ്. അങ്ങനെ കേരള നിയമസഭയുടെ തെരഞ്ഞെടുപ്പിൻ്റെ വാർത്തകളുമായി ടിവിയും ചാനലുകാരും ഒക്കെ ഇങ്ങനെ നിരന്നു നിൽക്കുവാണ്. ജയനാണെങ്കിൽ എന്നോട് ചിന്തിക്കുക, എന്താ ചെയ്യുന്നത്? ഇവൻ്റെ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ എന്താ ചെയ്യേണ്ടത്? പ്രിയ അപ്പോൾ ജയനുള്ള കട്ടൻ കാപ്പി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ജയൻ പറയുക, നല്ല ചൂടുള്ള കട്ടൻ കാപ്പി അങ്ങോട്ട് കുടിക്കുമ്പോൾ ചിന്തിക്കാനുള്ള ഐഡിയ ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കും. എന്താ ജയേട്ടാ ഇത്ര കഷ്ടപ്പെട്ടിങ്ങനെ ആലോചിക്കുന്നത്? വേറെ എന്താലോചിക്കാനാ? എൻ്റെ അളിയനെ കൊണ്ട് രമ്യയെ എങ്ങനെ കല്യാണം കഴിപ്പിക്കുക എന്നിങ്ങനെ ആലോചിക്കുക ഞാൻ. ഓഹോ, അപ്പോഴതാണോ കാര്യം? ബെസ്റ്റ്. എൻ്റെ അമ്മയും അച്ഛനും അതിന് സമ്മതിക്കുകയും ചെയ്യും. ആ കല്യാണം ഉടനെ തന്നെ നടത്തി തരികയും ചെയ്യും. നീ എന്താടി പ്രിയെ അങ്ങനെ പറഞ്ഞത്? നിനക്കെന്താ പ്രതീക്ഷയില്ലേ? എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അച്ഛനും അമ്മയും ഋതികയുടെ സൈഡാ. നമ്മളിനി എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ്റെ അമ്മയുടെയും മനസ്സിൽ രാജുവും ഋതിയെ ഒന്നാകണമെന്ന് തന്നെയാണ്.
എനിക്കിപ്പോൾ ഒരു പേടിയേ ഉള്ളൂ ജയേട്ടാ, നമ്മൾ ഈ ശ്രമിക്കുന്നതൊക്കെ വെറുതെ ആവില്ലേ? അങ്ങനെയാണെങ്കിൽ രമ്യയ്ക്ക് നമ്മൾ വാങ്ങിച്ച പൈസയൊക്കെ തിരിച്ചു കൊടുക്കണ്ടേ? പിന്നെ കൊടുക്കണ്ടായോ? അതാണ് ഈ പ്രിയ എൻ്റെയും ടെൻഷൻ. നമ്മൾ വാങ്ങിച്ചിരിക്കുന്നതേ ഒന്നും രണ്ടും ഒന്നും അല്ല, എല്ലാം കൂടെ തിരിച്ചു കൊടുക്കേണ്ടി വന്നാലേ എന്ത് ചെയ്യുമെന്നാ എൻ്റെ ദൈവമേ ആലോചിച്ചിട്ട് തല ചുറ്റുന്നു. എനിക്കൊരു ഐഡിയ തോന്നുന്നു പ്രിയെ, നീ എന്നോടൊപ്പം നിൽക്കണം. നമ്മൾക്ക് രണ്ടുപേർക്കും ഇടയിൽ വഴക്കാണെന്ന് വരുത്തി തീർക്കാം. അപ്പോൾ നിന്റെ അച്ഛനും അമ്മയും എന്താണെന്ന് തിരക്കാനായിട്ട് ഇങ്ങോട്ട് വരും. അത് കേട്ടിട്ട് പ്രിയ പറയുക, എൻ്റെ അച്ഛനെ നമ്മൾ തമ്മിൽ വഴക്കാണെന്ന് അറിയുമ്പോഴേ ആദ്യം തന്നെ നിങ്ങളെ പിടിച്ച് പുറത്താക്കും. അതൊക്കെ ആവശ്യമുള്ള കാര്യമാണോ? എന്തായാലും നമുക്കൊന്ന് നോക്കാം പ്രിയെ. എന്നിട്ട് ജയൻ അങ്ങോട്ട് അഭിനയിക്കുവാണ്. എന്ത് വർത്തമാനമാണ് ഈ പ്രിയ പറയുന്നത്? നിന്നോട് ഞാൻ മധുരമില്ലാത്ത കാപ്പിയല്ലിയോട് ചോദിച്ച്, ഡി പ്രിയ എങ്ങനെയുണ്ട്? കൊള്ളാൻ ജയേട്ടാ, കലക്കിയിട്ടുണ്ട്. എന്നിട്ട് പ്രിയ പറയാ, ചേട്ടൻ സാധാരണ മധുരവിട്ട കാപ്പിയല്ലേ കുടിക്കാറുള്ളത് എന്നും പറഞ്ഞ് പ്രിയ അങ്ങോട്ട് അകത്തോട്ട് എത്തി നോക്കുന്നുണ്ട് അച്ഛനും അമ്മയും വരുന്നുണ്ടോന്ന്. ആഹാ ഓഹോ എന്നൊക്കെ പറഞ്ഞ് വർത്തമാനം അങ്ങോട്ട് പറഞ്ഞിട്ട്, നീ തറുതല പറയുന്നോടി എൻ്റെ അടുത്ത് എന്നും പറഞ്ഞ് പ്രിയയെ അടിക്കുന്ന പോലൊക്കെ അഭിനയിക്കുന്നുണ്ട്. പ്രിയയും ജയനോടൊപ്പം തന്നെ തകർത്ത് അഭിനയിക്കുവാണ്. അയ്യോ അച്ഛാ ഒന്ന് ഓടിവായോ, എന്നെ കൊല്ലുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അകത്തോട്ട് നോക്കുക. അവരെ ആരെയോട്ട് കാണുന്നതുമില്ല. അങ്ങനെ ദാണ്ട വരുന്ന വേണുവേട്ടനും രാധമ്മയും കൂടെ വിഡ്രാ ജയ അവളെന്നും പറഞ്ഞ് രണ്ടുപേരും പിടിച്ചിങ്ങനെ മാറ്റുന്നുണ്ട്. ഞാൻ പറയുന്ന ഒരു കാര്യം ഇവള് ശരിക്ക് ചെയ്യത്തില്ല. ഞാൻ ഇവളോട് കൊണ്ടുവരാൻ പറഞ്ഞ വിത്തൗട്ട് കാപ്പി, അവൾ കൊണ്ടുവന്നതോ മധുരമുള്ള കാപ്പി. ഇത്രയും ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാൻ വയ്യാത്ത ഭാര്യ എങ്ങനെ ഭർത്താവിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും? പിന്നെ എങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും? അച്ഛാ, ജീവിതത്തിൽ ഉയർച്ച വേണമെങ്കിൽ നമ്മളെ അറിഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു പെണ്ണ് വേണം. അത് കേട്ടിട്ട് വേണുവേട്ടൻ പറയാം, എടാ കാപ്പിയിൽ പഞ്ചാരിട്ടനാണോ നീ ഇത്ര വലിയ വർത്തമാനമൊക്കെ പറയുന്നത്? അച്ഛനെ ഇതൊരു ചെറിയ വിഷയമായിരിക്കും, എന്നാലേ എനിക്കിത് ചെറിയ വിഷയമല്ല. ഭർത്താവിൻ്റെ ഉയർച്ചയ്ക്ക് ഭർത്താവിനെ മനസ്സിലാക്കി കൂടെ നിന്ന് സഹായിക്കുന്ന ഭാര്യയാണ് ഉയർച്ചയ്ക്ക് വലുത്. അതിനുദാഹരണമാണ് രാധമ്മ. ഇവൻ്റെ ഈ കോപ്രായൊക്കെ കേട്ടിട്ട് വേണുവേട്ടന് ദേഷ്യം വരും. നീ എന്തൊക്കെ പ്രാന്താടായി വിളിച്ച് പറയുന്നത്? കാപ്പിക്ക് മധുരവിട്ടെന്നും പറഞ്ഞ് എൻ്റെ മോളെ തല്ലിയതും പോരാഞ്ഞിട്ട് നീ നിന്ന് കഥാപ്രസംഗം പറയുന്നോ? അയ്യോ എൻ്റെ അച്ഛാ, ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എൻ്റെ അവസ്ഥ എൻ്റെ അളിയൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാ രമ്യയെ കൊണ്ട് അളിയനെ വിവാഹം കഴിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. വേണുവേട്ടനും രാധമ്മയ്ക്കും ശരിക്കും മനസ്സിലായി ജയൻ എന്തിൻ്റെ പുറപ്പാടാണെന്ന്. വേണുവേട്ടൻ പറയാ, എടാ ഇങ്ങനെ വളഞ്ഞു മൂക്കെ പിടിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാ അങ്ങ് നേരെ പിടിക്കുന്നത്. ഞാൻ വളഞ്ഞു മൂക്കി പിടിച്ചിട്ടൊന്നുമില്ല. പ്രിയയായിട്ട് ഞാൻ കുറച്ച് സൗഹൃദമായ ഒരു വഴക്കുണ്ടാക്കിയെന്നേ ഉള്ളൂ. ഞങ്ങൾ തമ്മിൽ വഴക്ക് കൂടും, കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറും. എടാ അത് ഞങ്ങൾക്ക് നല്ലോണം മനസ്സിലായി. ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരുടെ മനസ്സിൽ ചിന്തിച്ചിട്ട് അത് നടത്താൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും എന്തും ചെയ്യുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ നിനക്ക് യഥാർത്ഥത്തിൽ എന്താ വേണ്ടത്? കാപ്പിയിൽ പഞ്ചാര വേണമെന്നാണോ അതോ നിന്റെ അളിയനെ കൊണ്ട് രമ്യയെ കല്യാണം കഴിപ്പിക്കണമെന്നാണോ? എനിക്ക് അളിയനെ കൊണ്ട് രമ്യയെ വിവാഹം കഴിപ്പിക്കണം. രമ്യ അളിയൻ്റെ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം മാറും. അത് എനിക്ക് വേണ്ടി മാത്രമൊന്നുമല്ല, ഇവിടെ ഉള്ള എല്ലാവർക്കും അത് ഗുണം ചെയ്യും. ഇവൻ്റെ ഈ പൊട്ടത്തരമൊക്കെ കേട്ടിട്ട് രാധമ്മയ്ക്ക് ദേഷ്യം വരും. എന്തിനാ ചെയ്യാ നീ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ സംസാരിച്ചിവിടെ വഴക്കുണ്ടാക്കുന്നത്? നിനക്ക് നല്ലതുപോലെ അറിയാലോ ഞാനും വേണുവേട്ടനും ഞങ്ങളുടെ മക്കളുടെ ഒന്നും ആഗ്രഹത്തിന് ഒരിക്കലും എതിരല്ലെന്ന്. നീ ഇവളെ പെണ്ണ് കാണാൻ വന്നു, നിനക്കിവളെ ഇഷ്ടപ്പെട്ടു, പ്രിയയ്ക്കും നിന്നെ ഇഷ്ടപ്പെട്ടു. പക്ഷേ നിങ്ങൾ പറഞ്ഞ സാമ്പത്തികമൊന്നും ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇവളെ നിനക്ക് വിവാഹം കഴിച്ച് തന്നില്ലേ? ആ ബാധ്യത പോലും ഞങ്ങൾക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല. ഞങ്ങളുടെ മകൻ്റെ കാര്യത്തിലും അവൻ്റെ ഇഷ്ടമാണ് ഞങ്ങളുടെയും തീരുമാനം. അപ്പോൾ നമ്മൾ രുക്മിണി ആൻറ്റിക്കും രമ്യയ്ക്കും കൊടുത്ത വാക്കോ? വേണുവേട്ടൻ പറയുക, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മകൻ്റെ ഇഷ്ടമാണ് ഞങ്ങൾക്ക് വലുത്. എൻ്റെ അച്ഛാ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്ക്. നമ്മളുടെ വീടിൻ്റെ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാനാ രാജുവും രമ്യയായിട്ടുള്ള വിവാഹം. ഈ മനസ്സിനുള്ളിൽ നന്മയും സത്യസന്ധതയൊക്കെ നല്ലതാ, പക്ഷേ അത് കൂടിക്കഴിഞ്ഞാലേ പട്ടിണിയായി പോകും കുടുംബം. എടാ പൊന്നുമോനെ, നീ പ്രിയയെ വിവാഹം കഴിച്ചതിന് ശേഷം എത്ര തവണ നീ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്? എപ്പോഴെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം നിനക്ക് കിട്ടാതിരുന്നിട്ടുണ്ടോ? അതും പോട്ടെ, എപ്പോഴെങ്കിലും ഞങ്ങൾ ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നത് നീ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ടേ അധ്വാനിക്കാൻ മനസ്സുള്ളവർക്ക് വലിയ സമ്പാദ്യമൊന്നും വേണ്ടടാ. ആരോഗ്യം ഉള്ളിടത്തോളം കാലം അധ്വാനിച്ച് ജീവിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ ദൈവം നോക്കിക്കോളും. ദൈവത്തിന് നിരക്കാത്തതൊക്കെ നീ ചെയ്താലേ അത് പിന്നെ രോഗങ്ങളായി മാറും. പല പ്രശ്നങ്ങളും മുന്നിൽ വന്ന് ജീവിതം കുട്ടിച്ചോറായിട്ട് മാറും. അതുകൊണ്ട് മോനെ ജയ, നിന്റെ വിളച്ചിലൊക്കെ അങ്ങ് നിന്റെ കയ്യിലിരിക്കട്ടെ.
അങ്ങനെ ജയൻ്റെയും പ്രിയയുടെയും അടവുകൾ അവിടെ ചീറ്റിപ്പോയി. കയ്യോടെ നമ്മുടെ വേണുവേട്ടൻ അതെല്ലാം പൊളിച്ചടുക്കി കൊടുത്തു. അപ്പോൾ ഫ്രണ്ട്സ്, ജയൻ ഇനി എന്തടവാണ് രാജുവും രമ്യയും കൂടെ കല്യാണം നടത്താൻ വേണ്ടി ചെയ്യാൻ പോകുന്നത്? രാജുവും ഹൃതികയും ചേർന്ന് ദിവ്യയ്ക്കും കുഞ്ഞിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ആരാണ് ജയിക്കുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.